ഹായ് ഹലോ. ഇന്ന് പനീൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാക്കണ രാവിലെ എല്ലാ റൊട്ടീനൊന്നും നമ്മൾ എടുത്തില്ല, കാരണം ചായ കുടിക്കണതോ പണികൾ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ബേബി ഇച്ചോട്ടിനൊക്കെ ഇവിടെ സിരി വണ്ടി കേൾക്കണോണ്ട് പുറത്ത് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറിട്ടോ, അവർക്ക് വെള്ളത്തിൽ കളിക്കാമല്ലോ. അങ്ങനെ ഇതാക്കണേ. സെലി നമുക്ക് കോഴിയും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കോഴിയിൽ നിന്ന് ചൂടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമല്ലേ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ തലേന്ന് ടൂറ് പോയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഓലോടെ നിന്നതേന് കേട്ടോ. അപ്പം നമുക്ക് മദ്രസും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അങ്ങനെ നിന്നതായിരുന്നു. അങ്ങനെ ഇതാക്കണേ, എന്തായാലും കോഴി ചൂടാന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ കോഴി ചൂടണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതാക്കണേ, കോഴിയൊക്കെ കൊടുന്ന് നിൽക്കണേ. അങ്ങനെ കുഞ്ഞോളം എന്താക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മസാല തേക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പം ഞങ്ങൾ തലേന്ന് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിന്നിട്ടില്ലായിരുന്നു. അത് അങ്ങനെ എന്താ അറിയില്ല, കുറച്ചൊരു ലൂസായി പോയിട്ടോ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇതാക്കണം, ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബേബി ഇതാക്കണം നല്ല ഉഷാറിൽ വെള്ളത്തിൽ കളിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഊരിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണം നല്ലോണം തിന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചോട്ടിനെ ഇതാക്കണം അവിടെ നിന്ന് ഇങ്ങനെ ഓൻ്റെ എളുപ്പം കഴിയും വേഗം തിന്നുകാണ്ട് പാത്രമൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടോ. അങ്ങനെ ഇതാക്കണേ. നമ്മൾ കോഴിയൊക്കെ ഇതാക്കണം നല്ല വരിഞ്ഞങ്ങാണ്ട് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് മസാല കൂട്ടാം. അപ്പോൾ അതിക്ക് ഇതാക്കണം ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ കാര്യം ചതച്ച് വെച്ചിരുന്നു കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, പുതിന, മല്ലിച്ചപ്പ് അതൊക്കെ കൂടെ ഇട്ടിട്ടാണ്ട് അരക്കുക കേട്ടോ. ഇതാക്കണം നമ്മളൊരു പാക്കറ്റ് മസാല കേട്ടോ അങ്ങനെ, അതായത് നമ്മൾ അൽഫാമിൻ്റെ മസാല കേട്ടോ. അങ്ങനെ അതും ഒക്കെ കൂടെ കൂട്ടിങ്ങാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിൽ ഉപ്പില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും പലയിടത്തും പല വെപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ വരിഞ്ഞ് വെച്ച ചിക്കനൊക്കെ നമ്മൾ മസാലയൊക്കെ ഇടുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് ചെറുനാരങ്ങൻ്റെ നീര്, അതുപോലെ എന്താ പറയുക നമ്മളെ തൈര് അതൊക്കെ ഒറ്റിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുറച്ച് കൈപ്പുണ്യങ്ങളൊക്കെ അതിൽ ചേർക്കുമ്പോൾ അതിലേറെ ടേസ്റ്റായിട്ട് വരും. എന്തായാലും നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. എങ്ങനെ ആയാലും ഉണ്ടാക്കിയാലും നമ്മളെ ഒരു രുചിക്കനുസരിച്ച് നമ്മൾ പലതും ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ തൈരൊക്കെ ഒറ്റിച്ച് നമ്മൾ നല്ലോണം മസാല ഇട്ടുണ്ട്. അങ്ങനെ കുഞ്ഞോളം തന്നെയായിട്ട് മസാല കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മസാല കൂട്ട് വാങ്ങിയിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വാങ്ങി ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഇതാക്കണം. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കുഴിയൊക്കെ കുഴിച്ചങ്ങാണ്ട് നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്ലാസ്റ്റിക് സെലി ഐസിങ്ങാണ്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ. കാരണം ഞാൻ പ്ലാസ്റ്റിക് ഒന്നും ഉരുകണ്ട ചൂട് തട്ടിയിട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ മഴ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കേട്ടോ. അപ്പോൾ താത്ത വിറകൊക്കെ വെച്ചങ്ങാണ്ട് കത്തിച്ച് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താക്കി ഇതാക്കണം, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് സംഭവം ഇങ്ങനെ കോഴി ചൂടണം കേട്ടോ. അങ്ങനെ ഇതാക്കണ കരി ഉണ്ടല്ലോ അതിൻ്റെ, അതൊക്കെ കൊടുന്ന ചാർക്കോൾ കൊടുന്നങ്ങാണ്ട് ഇതാക്കണം, ഇങ്ങനെ കയ്യിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ ഒറ്റൊരു പാക്കറ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തികയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അനിയൻ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ തികയില്ല എന്നുള്ളത് അറിയുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ കത്തി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഏകദേശം കഴിഞ്ഞിരിക്കണ ഒരു ലേശം കൂടെ ഉള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് കത്തിയിട്ട് കണലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ അതിലേക്ക് വെക്കാനുള്ളൂ കേട്ടോ. പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ ചുടണ നമ്മളെ ഇത് ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയേനെ. കാരണം അവനോട് ഉണ്ടാകുമ്പോൾ അതൊരു വേറെ തന്നെയല്ലേ, വേറെ എവിടേക്കും നമ്മൾ മണ്ടണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് അതും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ചിക്കനൊക്കെ മീനും അങ്ങനത്തെ കുത്തിയെടുക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അതും നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് വീട്ടിലെപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്കതല്ലേ നല്ലത്, വേറെ എവിടേക്കും പോവണ്ടല്ലോ. അങ്ങനെ ഇതാക്കണേ. നമ്മളെ ചിക്കൻ കണ്ടോ, നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുഴി ഒഴിച്ച അടുപ്പിന് കണ്ടില്ലേ കുറച്ച് അതായത് ഉയരം കൂടി പോയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ കല്ലൊന്നും എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ, അപ്പുറം തിരിച്ച് നമ്മൾ ചിക്കനെ വെക്കുമ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത് കുറച്ച് ചൂട് തട്ടാൻ കുറച്ചൊരു പണിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പോക്കോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് തിന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ ചിക്കന്. ആ ഒരു കല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ ഇഷ്ടിക മാത്രം വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് അപ്പോൾ എളുപ്പമാവുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ പലതും പാളിച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം കേട്ടോ. അപ്പോൾ ഇതാക്കണ ചിക്കനൊക്കെ ഇവിടെ ഒരു ട്രിപ്പ് അയക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ചുറ്റും മണം പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുടുമ്പത്തിന് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പോൾ ഒന്ന് എടുത്ത് തിന്നാനൊക്കെ തോന്നും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, ഈ ഒരു മസാല വാങ്ങി എന്താണെന്നറിയില്ല കൂട്ടിയപ്പോൾ ഭയങ്കര ഒരു മണവും രുചിയോ പറയണ്ട കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ.
അങ്ങനെ ഇതാക്കണം നമ്മൾ. പിന്നെ എല്ലാവരും ഇവിടെ അങ്ങനെ ഈ ഒരു ചിക്കൻ ചൂടണോണ്ടാണെന്നറിയില്ല, എല്ലാവരും ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ആർക്കും ഇതിമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും വയ്യ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു പാളിച്ച വന്നു കേട്ടോ. അതായത് കുറച്ച് ഉയരേറിപ്പോയിട്ടോ നമ്മൾ കുഴി വെച്ചിട്ട് അടുപ്പ് വെച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താക്കിയ ഉയരമുള്ളത് ഇത് റെഡി ആവാത്തതുകൊണ്ട് പിന്നെ നമ്മളത് മാറ്റിയിട്ട് ആണ് പിന്നെ നമ്മൾ ചെറിയ ഇഷ്ടിക്കൊക്കെ വെച്ച് കണ്ട് റെഡിയാക്കി കേട്ടോ. പിന്നെ കരിയും തന്നെ ഇത്ര തോന വേണമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനത്തെ ചെറിയൊരു പാളിച്ചകളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ ചിക്കൻ എല്ലാവരും എടുത്തുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും തിന്നാണ് കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയണ്ടേ പറഞ്ഞിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ പൊട്ടാക്കിയിട്ടൊക്കെ എല്ലാവർക്കും ഇങ്ങനെ സാജി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റായിട്ട് നമ്മളിത് ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി പൊറോട്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് പാക്കറ്റ് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ ഞാൻ പൊറോട്ടയും ചൂടാക്കി, പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇളച്ചി വന്നുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതും ചൂടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ കുഞ്ഞോളും ഇവിടെ മയോണൈസും അടിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പൊറോട്ട ഇവിടെ അടിച്ചിരുന്നത് പിന്നെ ഇളച്ചനാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പാക്കറ്റ് പൊറോട്ട ആയതുകൊണ്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നല്ല പൊറോട്ടൻ്റെ മാതിരി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ട കൊണ്ട് എന്തൊക്കെയാണ് കാട്ടി കൂട്ടണമെന്നൊന്നും ഒരു പിടുത്തമല്ല കേട്ടോ. ഏതായാലും ഇതാക്കണം നമ്മൾ പൊറോട്ടൻ്റെ പരിപാടിയൊക്കെ കണ്ട് ഇവിടെ അവസാനിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നേരെ തിന്നാനുള്ളൊരു പുറപ്പാടാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കുന്ന പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ചൂടാക്കി കഴിഞ്ഞു, അൽഫാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് തിന്നുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ റിച്ചുമോനും ഇച്ചൂട്ടനും ഫൈസലും ഇവിടെ സോഫമ്മലായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചോ ഇത് രസമുണ്ടോയെന്നൊന്ന് പറയുക, അങ്ങനെ ഉണ്ട് ചിക്കനൊക്കെ എന്നാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതിന് ഓന് കാണിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഓൻ്റെ പേച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രസമുണ്ട് എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, കുട്ടിക്ക് ആ മുദ്രയൊന്നും കാണില്ല കേട്ടോ. ഓൻ്റെ രീതിക്കുള്ള മുദ്രകൾ മുഴുവൻ കാണിച്ചു തന്നിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഓന് പിന്നെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ റിച്ചുവിനോടും ചോദിച്ചിട്ടോ, അങ്ങനെ റിച്ച് ഇതാ കഴിക്കണുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഞങ്ങൾ ഒപ്പിക്കണതാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്ക് ചിക്കനും പിന്നെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അല്ലെങ്കിൽ നെയ്ച്ചോറ്, അങ്ങനെ തേങ്ങാച്ചോറ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതേതായാലും ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചു കിട്ടും നമ്മൾ. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനിൽ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതാ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന സാജിയും പിന്നെ ഷെറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കണം, ഓളെ വീട്ടിലായിരുന്നു ഓള്. അപ്പോൾ ഓളെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാൻ കേട്ടോ. ഓല് രണ്ടാളും അങ്ങനെ ഇതാക്കണ ഓല് ഇറങ്ങാനായിട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞാവ് എടുത്തിട്ടാണോ എന്താണെന്നറിയില്ല, ഐസക്കുട്ടി നല്ല കരച്ചിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഇതാ ഓരിവിടെ പോകാൻ ഇറങ്ങിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളും പിന്നെ പോവാൻ കേട്ടോ. അപ്പോൾ ഞാനും ഇതങ്ങനെ മാറ്റാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ മുത്തുമോനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കണ അവർ ഇറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ മാറ്റിൽ കഴിഞ്ഞാണ്ട് ഞാൻ പുറത്തിറങ്ങിങ്ങനെ നിന്നപ്പോൾ കറിവേപ്പിൻ്റെ ഇല കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് കറിവേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. നല്ല വലിയ മരം വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ പറിച്ചെടുത്തിട്ടോ. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങൽ. അങ്ങനെ ഇതാക്കണം, ഓളെന്തോ വീഡിയോ ഒക്കെ എടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും പുറത്തിറങ്ങിട്ടോ. അങ്ങനെ റിച്ചുമോൻ ഇതാക്കണ മുന്നിൽ കയറുകയാണ് കേട്ടോ. പിന്നെ ഇതാക്കണ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയന് വണ്ടി എടുത്തിട്ടോ, കാരണം ഒരു അവിടെ ഈ ടൗണിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താത്താനും ഉമ്മാനെയൊക്കെ കയ്യിൽ കയറ്റും വേണം. അങ്ങനെ കുഞ്ഞാവ നമ്മളെ കൂടെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കണ എല്ലാവരും യാത്ര പറഞ്ഞിങ്ങനെ ഇറങ്ങാണ് കേട്ടോ. പിന്നെ എന്നാണ് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൂടാനൊക്കെ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടുള്ളൂ കേട്ടോ. കാരണം എപ്പോഴും നമുക്കൊക്കെ മദ്രസ സ്കൂളും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ പരിപാടികളും പിന്നെ പണിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റില്ലല്ലോ കേട്ടോ. എന്നാലും നമുക്ക് ഒഴിവുള്ള സമയങ്ങളും നമുക്ക് എന്താ കിട്ടിയ ചാൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ മുതലാക്കിയിട്ട് തന്നെ നമ്മൾ പോകലുള്ളൂ കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ആക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.